അപ്പോൾ അവിട്ട നക്ഷത്രക്കാരെ, നമുക്ക് നമ്മളെക്കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. അധ്വാനശീലവും സ്വാശ്രയശീലവും ബുദ്ധിശക്തിയും ഉള്ളവരായിരിക്കും നിങ്ങൾ. ഐശ്വര്യപൂർണമായൊരു ജീവിതം നയിക്കാൻ ഭാഗ്യം സിദ്ധിക്കുന്നവരായിരിക്കും നിങ്ങൾ. സ്വന്തം കുടുംബത്തോട് പ്രത്യേകമായൊരു മമതയും സ്നേഹവും വച്ചു പുലർത്തുന്നവരായിരിക്കും നിങ്ങൾ. സ്വന്തം കഴിവും പരിശ്രമശീലവുമായിരിക്കും നിങ്ങളുടെ ജീവിത വിജയത്തിന് ആധാരം. ആരെയും വകവയ്ക്കുന്ന സ്വഭാവം നിങ്ങൾക്കില്ല. കുലമഹിമയിലും അന്തസ്സിലും അഭിമാനം കൊള്ളുന്നവരായിരിക്കും നിങ്ങൾ. ആരുടെയും മുന്നിൽ തലകുനിക്കുവാനോ മുട്ടുകുത്തുവാനോ നിങ്ങൾ ഇഷ്ടപ്പെടുകയില്ല. നിങ്ങളുടെ സ്വാതന്ത്ര്യവും ആത്മാഭിമാനവും നിലനിർത്തിയേ എന്തു പ്രവൃത്തിയും ചെയ്യുകയുള്ളൂ. മറ്റുള്ളവരെ ദ്രോഹിക്കുവാനോ വിഷമിപ്പിക്കുവാനോ നിങ്ങൾ ആഗ്രഹിക്കുകയില്ല. അങ്ങനെ ചെയ്യുന്നവരുമായി യാതൊരു രീതിയിലുള്ള ബന്ധവും പുലർത്തുവാൻ നിങ്ങൾ ഇഷ്ടപ്പെടുകയില്ല. വിദ്യാഭ്യാസം എന്തുതന്നെയായാലും ലോകത്തിലെ പല കാര്യങ്ങളെക്കുറിച്ചും അസാമാന്യമായ അറിവും ബുദ്ധിസാമർഥ്യവും ഉള്ളവരായിരിക്കും നിങ്ങൾ. ഏത് പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും കാര്യക്ഷമതയും കർമ്മകുശലതയും നിങ്ങൾക്ക് ജന്മസിദ്ധമായി തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. അറിയാവുന്ന വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞു ഫലിപ്പിക്കുവാനും എഴുതുവാനും നിങ്ങൾക്ക് അസാമാന്യ കഴിവുണ്ടായിരിക്കുന്നതാണ്. ജീവിതത്തിലുടനീളം ധനസമ്പാദനത്തിന് കൂടുതൽ മുൻതൂക്കം നൽകുന്നതാണ്. ധനാഭിവൃദ്ധിക്ക് വേണ്ടി നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. സ്വത്ത്, ആഭരണങ്ങൾ എന്നിവയിൽ മോഹം ഉണ്ടായിരിക്കുന്നതാണ്. പൈതൃകമായ സ്വത്ത് ലഭിക്കുകയും അവയെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ്. അന്യരെ അകമഴിഞ്ഞ് വിശ്വസിക്കുന്നത് മൂലം ചില ഭാരിച്ച കഷ്ടനഷ്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാനിടയുണ്ട്. ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കുവാൻ ആരാലും സാധിക്കുന്നതല്ല. കലാസാഹിത്യ രംഗങ്ങൾ, കായിക വിനോദങ്ങൾ എന്നിവയിൽ താൽപ്പര്യമുണ്ടായിരിക്കുന്നതാണ്. ചില അവസരങ്ങളിൽ ആരോടും നയപരമായും സ്നേഹപൂർവമായും പെരുമാറും. എങ്കിലും ആരുടെയും ചൊൽപ്പടിക്ക് നിൽക്കുന്ന സ്വഭാവമല്ല നിങ്ങളുടേത്. ആരോഗ്യത്തിനും വ്യായാമത്തിനും പ്രത്യേകമായൊരു സ്ഥാനം നൽകുന്നവരായിരിക്കും നിങ്ങൾ. വാഹനവുമായി ബന്ധപ്പെട്ട ജോലികൾ, ധനപരമായ പ്രവൃത്തികൾ, എഴുത്ത്, മതാധിഷ്ഠിത പ്രവർത്തനങ്ങൾ, രാഷ്ട്രീയം, അധ്യാപനം എന്നീ മേഖലകളിൽ വിജയം കൈവരിക്കുന്നതാണ്. പങ്കാളിയിൽ നിന്ന് ധനമോ കുടുംബഗുണമോ കുറവായിരിക്കുമെങ്കിലും സ്നേഹശാലിയും ആരോഗ്യമുള്ളവരും കുടുംബഭരണ പ്രാപ്തിയുള്ളവരുമായ ജീവിത പങ്കാളിയെ തന്നെ ലഭിക്കുന്നതായിരിക്കും. സന്താനസുഖം ഉണ്ടായിരിക്കുന്നതാണ്. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് മേൽപ്പറഞ്ഞ ഫലങ്ങൾക്ക് പുറമേ ജോലിയിലായാലും കുടുംബഭരണമായാലും നന്നായി വിജയിക്കുന്നതായിരിക്കും. ആരോഗ്യം അല്പം കുറവായിരിക്കുമെങ്കിലും അതിനെക്കുറിച്ച് വേവലാതിപ്പെടാതെ കഠിനമായി പരിശ്രമിക്കുന്ന സ്വഭാവമായിരിക്കും നിങ്ങളുടേത്. അപ്പോൾ അവിട്ടം നക്ഷത്രക്കാരെ, നിങ്ങളെക്കുറിച്ചുള്ള സാമാന്യമായൊരു വിവരണമാണ് ഞാനിവിടെ നൽകിയത്. നിങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങൾക്കുള്ള സാദൃശ്യം താഴെ കമന്റ് ചെയ്യുമല്ലോ. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ, ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. കൃഷ്ണ ഗുരുവായൂരപ്പ, ഏവർക്കും നന്മകൾ വരട്ടെ.